LLB ഉണ്ട്, LLM ഉണ്ട്. അപ്പോൾ ഇത്രയും വർഷം പഠിച്ചിട്ട് എന്തിനാണ് ഈ ഫീൽഡിൽ വന്ന് നിൽക്കുന്നത് എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൻ്റെ ഈ ഒരു ജേർണിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ വീക്ക്ലി ഒരു സിറ്റ് ഡൗൺ വീഡിയോ എങ്കിലും ചെയ്യണം എന്ന് എനിക്കുണ്ട്. കാരണം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഇനി വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, എൻ്റെ ഒരു സിറ്റ് ഡൗൺ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേർണി പ്ലസ് ഞാൻ പ്രൊഫഷനായിട്ട് എന്താണ് ചൂസ് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം. ദാറ്റ് ഈസ് ഞാൻ പഠിച്ചത് LLM വരെ ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞ് ഒരു ബിസിനസ്സായിട്ട് ഞാനൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ആ ഒരു ജേർണീനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡീറ്റെയിൽഡ് എന്നുവെച്ചാൽ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, പക്ഷേ എന്നാലും കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തരാമെന്ന് വെച്ചു. ഞാൻ 12th കഴിഞ്ഞ സമയത്ത് ഞാൻ അക്കാഡമിക്കലി അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു, വളരെ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ പക്ഷെ എനിക്ക് ഒരുപാട്, ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. എനിക്ക് അത് അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, നമ്മുടെ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ സ്കൂളിംഗ് പോലെയല്ല. ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കുറച്ച് ഡ്രോയിങ്, ഡാൻസ്, അങ്ങനത്തെ കാര്യത്തിലായിരുന്നു എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ്. അപ്പോൾ സ്കൂളിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. സ്കൂളിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യൂ, ഞാൻ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ചെയ്ത് തരാം, എൻ്റെ ഒരു സ്കൂളിംഗ് എക്സ്പീരിയൻസ് കൂടി. അപ്പോൾ 12th കഴിഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 12th കഴിയുന്ന സമയത്ത് എനിക്ക് എക്കണോമിക്സിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ BA എക്കണോമിക്സിന് വിടണം എന്നായിരുന്നു ആദ്യം എൻ്റെ അമ്മയ്ക്കും. അച്ഛന് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അച്ഛൻ ആ സമയത്ത് റിട്ടയർ ആയി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയല്ലേ നമ്മളോടൊപ്പം കൂടുതലും ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് എന്നാൽ BA എക്കണോമിക്സിന് പോകാം എന്നുള്ളൊരു രീതിക്കായിരുന്നു. ആ സമയത്ത് BA എക്കണോമിക്സിനൊന്നും അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. BComന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ BA എക്കണോമിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് വീട്ടുകാരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ലോയ്ക്ക് ചേർന്നാലോ എന്ന് ഉള്ളൊരു സജഷൻ വന്നത്. അപ്പോൾ വീട്ടുകാർക്കെല്ലാം അത് ഇഷ്ടമായിരുന്നു, കാരണം ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് വെറും ഒരു എന്താ പറയുക, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഒരുപാട് സംസാരിക്കുന്ന ആൾ നല്ലൊരു ലോയർ ആവും എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഇപ്പം സംസാരിക്കാത്ത ആൾക്കാരും എത്രയോ നല്ല നല്ല ലോയേഴ്സ് ആണ്. അപ്പം അത് അതിലോട്ട് കൂടുതൽ നമുക്ക് ഇത് ചെയ്യണ്ട. പക്ഷേ ആ ഒരു സമയത്ത് അനു അധികം സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് ലോയ്ക്ക് ചേർക്കാം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം എനിക്ക് കൂടുതൽ താല്പര്യം ഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സജഷൻ പോലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഫാഷൻ ഡിസൈനിങ്ങിൽ ചേർക്കാമോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊന്നും അങ്ങനെ പുറത്തോട്ടൊന്നും അധികം വിടാൻ വലിയ താല്പര്യം കാണിക്കാത്തൊരു ടൈം പീരീഡാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അയ്യോ ഫാഷൻ ഡിസൈനിങ് ഒന്നും വേണ്ട, അതിനൊക്കെ പുറത്ത് പോകേണ്ടി വരില്ലേ, ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോയി പഠിക്കേണ്ടി വരും, അതൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് എന്നെ പുറത്തോട്ട് അങ്ങനെ വിടണം, കാരണം ഞാൻ അത്രയും വർഷം അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പുറത്തോട്ട് വിടണം, അതിനൊരു താല്പര്യം അമ്മ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറേയൊക്കെ വഴക്കിട്ടൊക്കെ നോക്കി, കാരണം എങ്ങനെയെങ്കിലും എനിക്ക് ഡിസൈനിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിഫ്റ്റിൻ്റെ എക്സാമിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ നോക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ആ സമയത്തും അങ്ങനെ ഒരു പ്രോത്സാഹനമില്ലായിരുന്നു ഡിസൈനിങ്ങിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അമ്മേനെ ഇതാക്കി പറയുന്നില്ല, പക്ഷെ എന്നാലും അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയും എനിക്ക് ഡിസൈനിങ്ങിനൊക്കെ പോകണം എന്ന് പറയുമ്പോൾ അമ്മ പറയും, എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് എന്നോട് അമ്മയും പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ എന്നൊരു നല്ലൊരു പ്രൊഫഷനിലേക്ക് വിടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ വിചാരിക്കുന്നത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് എനിക്ക് ലോ അക്കാഡമിയുടെ എൻട്രൻസ് എഴുതിയതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാനും അച്ഛനും കൂടെയാണ് പോയത്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതിന് ശേഷം
ഇന്റർവ്യൂവിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും പിന്നെ ഫെർദർ പഠിക്കാനായിട്ട് ലോ അക്കാഡമിയിൽ ചേരുകയും ചെയ്തത്. അപ്പോൾ ഒരു LLB പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വെയിറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എവിടെ പോയാലും എന്ത് പഠിക്കുന്നു, അപ്പം ലോ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു അഡ്മിറേഷൻ ആണ്. കാരണം ലോയർ ആവാൻ പഠിക്കുകയാണോ, ലോയർ ആവാൻ വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു പ്രൊഫഷനാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പം നമുക്ക് 5 years ആണ് BA LLB, അതൊരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. അപ്പോൾ BA LLB നിങ്ങൾക്ക് 5 വർഷത്തിൽ കിട്ടും. അപ്പോൾ ആ ഒരു പീരിയഡിൽ നമുക്ക് ഇന്റേൺഷിപ്സ് ഉണ്ട്. അപ്പോൾ ആ ഇന്റേൺഷിപ്സിനെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മീഡിയയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് സെക്ടറിൽ ചെയ്തിട്ടുണ്ട്, ലിറ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു വക്കീൽ ഓഫീസിൽ പോയി ചെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു മാസത്തേക്കൊക്കെ ഇപ്പോൾ എറണാകുളത്ത് പോകും, ബാംഗ്ലൂരിൽ പോകും, അങ്ങനെ നമ്മൾ പോയി അവിടെ ഒരു മാസം ഒരു PG താമസിച്ചിട്ട് നമ്മൾ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ഫീൽഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇന്റേൺഷിപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇല്ല ഞാൻ പറയുന്നില്ല. ലോ പഠിച്ചതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു സ്കൂളിംഗ് ടൈമിൽ നമ്മളെ കുറച്ച് അടിച്ചമർത്തി വെച്ചെങ്കിലും കോളേജിൽ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത്. കുറെ കൂടെയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാനും കുറേയൊക്കെ സ്മാർട്ട് ആകാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ നിന്നാണ് കൂടുതലും കിട്ടിയത്, കോളേജിൽ നിന്ന്. അപ്പോൾ ലോ അക്കാഡമിയിൽ പഠിച്ചു, ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. ലോ അക്കാഡമി LLB പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കല്യാണം ആവുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇയർ എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ പാഷൻ കിടപ്പുണ്ടായിരുന്നു. ദാറ്റ് ഈസ് LLB പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു 2015 ഏകദേശം ഒരു 2 വർഷത്തെ LLB കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കുഞ്ഞു വർക്ക്സ് ചെയ്തു കൊടുക്കുമായിരുന്നു, ഫ്രണ്ട്സും ഫാമിലിക്കും വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ചെറിയ രീതിക്കുള്ള ഡിസൈനിങ് പരിപാടികളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുമായിരുന്നു. ചെറിയ ഓർഡേഴ്സ്, ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ഡിസൈനിങ്. അപ്പോൾ ഡിസൈനിങ്ങിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ABCD ഒന്നും അറിയില്ലെങ്കിലും പക്ഷെ ഞാൻ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുമായിരുന്നു. അതായത് അതെന്ന് പറയുന്നത് ഒരു യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതോ അങ്ങനെയല്ല. എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്തുനിന്നുള്ള എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെറിയ രീതിക്ക് കുഞ്ഞു ഡിസൈനിങ് പരിപാടികളൊക്കെ ചെയ്തിട്ട്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോത്തീസിൽ പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടി ഒരു സാരി ഡിസൈൻ ചെയ്ത് തരാമോ എന്ന് ഫ്രണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോത്തീസിൽ പോയിട്ടുണ്ടായിരുന്നു. പോത്തീസിൽ പോയിട്ട് നമ്മൾ പ്ലെയിൻ ഫാബ്രിക് എടുത്തു. എന്നിട്ട് അതിൽ ലേസ് ചെയ്തൊക്കെ ചേരും നോക്കി, ലേസും ഈ ബൂട്ടീസൊക്കെ വെക്കുന്നത് അതിനെ കുറിച്ചിട്ടെല്ലാം നല്ല അറേഞ്ച് ചെയ്തെടുത്തു. അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തു. ഞാനും കൂടെ പോയിരുന്നാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്യിപ്പിച്ചെടുത്തു. അപ്പോൾ അതൊക്കെ ചെറിയ വർക്ക്സ് ആണ്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് ഞാൻ കുറച്ച് വർക്ക്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് മിറർ വർക്ക്സും പിന്നെ ആരി വർക്ക് അതുപോലെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറ് ബ്ലൗസിൽ. അപ്പോൾ ആ ബ്ലൗസ് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ വർക്ക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി ഇപ്പം പുറത്താണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എന്നുവെച്ചാൽ ഒരു ഓർഡർ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ കിട്ടുന്ന പൈസയ്ക്കല്ല, നമുക്കൊരു ഓർഡർ നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഒരാൾ വന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ പുള്ളിക്കാരി എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട്, അപ്പം ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പം പുള്ളിക്കാരി എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തന്നാണ് ഒരു ബ്ലൗസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇരുന്ന്, ഈ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയും കൂടെ ഇരുന്ന് ഡിസൈൻ ചെയ്ത്, അതായത് പാറ്റേൺ നമ്മൾ നോക്കി അതിൽ ഞാൻ വർക്ക് ചെയ്ത് ചേച്ചിക്ക് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്ത് അത് ആ കംപ്ലീറ്റ് ആയ ഒരു വർക്ക് കൊടുത്തപ്പോൾ ആ ചേച്ചിയുടെ മുഖത്ത് സന്തോഷം കാണുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മൊമെന്റ്സ് എനിക്ക് ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഠിച്ച LLB കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കല്യാണം വരുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ഒരു 6 months ഞാൻ വെറുതെ ഇരുന്നു ആക്ച്വലി. കാരണം വേറൊന്നും ചെയ്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ ഒരു പീരീഡ് അല്ലേ, അപ്പം നമ്മൾ ഓടിപ്പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങി. ദാറ്റ് ഈസ്
അനു ഇനി വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കോളൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലോ തന്നെ നമ്മുടെ ഒരു കരിയർ ആക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള കുറേ ഓപ്ഷൻസ്, അതായത് മജിസ്ട്രേറ്റ് എക്സാം എഴുതുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും എനിക്ക് ഈ ഡിസൈനിങ് എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് LLB കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയ രീതിക്ക് ഞാൻ 1 ലക്ഷം രൂപ ലോൺ എടുത്തു. 1 ലക്ഷം രൂപ ലോൺ എടുത്തതിന് ശേഷം ഞാൻ വളരെ ചെറിയ രീതിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ടെറസിൽ ഞാനൊരു ഷെഡ് പോലെ കെട്ടി അവിടെ ഒന്ന് കവർ ചെയ്തു. അവിടെ ഓൾറെഡി ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ പോർഷൻ കവർ ചെയ്തിട്ട് ഞാനൊരു മെഷീൻ എടുത്തു. അന്നൊരു 15,000 ഒക്കെയാണ് ഒരു പവർ മെഷീൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 15,000 റുപ്പീസ് ഞാനൊരു മെഷീൻ എടുത്തു. ഒരു കട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത് അച്ഛൻ കൊണ്ടുവച്ചിരുന്ന ഒരു ടേബിളിന്റെ പുറത്ത് ഞാൻ ഇഷ്ടിക വെച്ചിട്ട് അതിനൊന്ന് പൊക്കിയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് യൂണിറ്റ്. അതായത് പത്മാനഗറിൽ എന്നെ വിവാഹം ചെയ്ത് പോയ വീട്ടിൽ അവിടുത്തെ ടെറസിലാണ് എൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിക്ക് നമ്മൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്തു. ദാറ്റ് ഈസ് നമ്മളിത് തുടങ്ങി, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് നമുക്ക് പറ്റുന്ന പോലെ. അന്നൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. വളരെ ചെറിയ രീതിക്ക് ഞാൻ അത് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അമ്മയുടെ സഹായത്തിൽ, അമ്മ ഇപ്പം മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് അതും വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക്. അപ്പം അമ്മ അത് പോസ്റ്റ് ചെയ്തു. അമ്മയ്ക്ക് ഞാൻ കോസ്റ്റ്യൂം ആ സമയത്തൊക്കെ ചെറിയ ഇങ്ങനെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ അതിനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ തുടക്കം ഒരു 6 months നിന്നു. 6 monthsന് ശേഷം ഇങ്ങനെ LLM ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഇങ്ങനെ ഇട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് LLM ചെയ്യണം എന്ന് അധികം ഇല്ലായിരുന്നു. പെട്ടെന്ന് ഈ LLMനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ എന്നോട് വിശ്വേട്ടൻ അഡ്വൈസ് ചെയ്തു, ദാറ്റ് ഈസ് അനു LLB എന്തായാലും എടുത്തു. അപ്പോൾ അനു ഒരു കാര്യം ചെയ്യും, വീണ്ടും ഒരു കോളേജ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് LLM കൂടി ഒന്ന് എടുത്തു നോക്കൂ, അനുന് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് വിശ്വേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു അഡ്വൈസ് തന്നു. അപ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ലതായിരിക്കും. പിന്നെ ഇൻ ഫ്യൂച്ചർ വേണമെങ്കിലും അനുവിന് പഠിപ്പിക്കണോ എന്തെങ്കിലും ഒരു, എനിക്ക് അങ്ങനെ ആസ് ഓഫ് നോ എനിക്കൊരു പ്ലാനും ഇല്ല. പക്ഷെ എന്നാലും അനുവിനൊരു പ്രൊഫഷനായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അനു LLM കൂടെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വിശ്വേട്ടൻ നല്ലൊരു അഡ്വൈസാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം LLM കൂടി ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് ഞാനപ്പോൾ ഓർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ക്ലാറ്റിൻ്റെ എക്സാം എഴുതുന്നതും എനിക്ക് നുവാൽസിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് കൊച്ചിയിൽ അഡ്മിഷൻ ആവുന്നതും അവിടെ ഞാൻ 1 വർഷത്തെ LLM എടുക്കാനായിട്ട് പോയതും. അപ്പോൾ ആ സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് LLM ചെയ്യാനായിട്ട് പോയത്. ആ സമയത്ത് എനിക്ക് അവിടുത്തെ ക്യാമ്പസ് ആണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രൊഫസേഴ്സ് എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും കോൺടാക്റ്റിലിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം എനിക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. പിന്നെ അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നുവാൽസിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഈ 2 സ്ഥലത്തുനിന്ന് പഠിച്ചതിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ഞാൻ ഒരിക്കലും ലോ പഠിച്ചതിനെ കുറിച്ചിട്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ LLM ചെയ്തു, LLB കഴിഞ്ഞു, LLM ചെയ്തു. പക്ഷെ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. ആക്ച്വലി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത് LLB LLM ഒക്കെ ചെയ്യും എന്നുള്ളത്. പക്ഷെ അത് ചെയ്തു, നല്ല കാര്യം ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ചെറിയ റിഗ്രറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ആ റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം അപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണോ അത്രയും നമുക്കാണ് നല്ലത്. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുന്ന രീതിയും നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയും ഒക്കെ അതിനനുസരിച്ച് നല്ലതാകും മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വേട്ടനോട് പറഞ്ഞു, അനു ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അനു ഇപ്പോൾ LLB ചെയ്തു, LLM ചെയ്തു, റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും വർഷം നമ്മൾ പഠിച്ചു, നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ കളയുമല്ലോ ചെയ്തത്, നമ്മൾ പഠിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ പഠിച്ചു, ഇനി അനുവിന് എന്താണ് ചെയ്യാൻ തോന്നുന്നത് എന്ന് ഉള്ള രീതിക്ക് വിശ്വേട്ടൻ ചോദിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കൂട്ടുകുടുംബത്തിൽ താമസിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ അച്ഛൻ പുറത്തായിരുന്നു. അച്ഛൻ BSF വർക്ക് ചെയ്യായിരുന്നെങ്കിലും
അച്ഛൻ വർഷത്തിൽ 2-3 പ്രാവശ്യം അച്ഛൻ ലീവിന് വരുമായിരുന്നു. അത് മാത്രമല്ല എൻ്റെ അമ്മയുടെ സിസ്റ്റർ, ഇപ്പം മരിച്ചുപോയ എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മാവൻ, എല്ലാവരും നമ്മൾ ഒരു കോമ്പൗണ്ടിനകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരിക്കലും കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ എനിക്ക് സെപ്പറേറ്റ് താമസിക്കണമെന്നില്ലായിരുന്നു. അത് ആദ്യമേ എനിക്കില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ദാറ്റ് ഈസ് എൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സെപ്പറേറ്റ് ആവുന്നതിനെ കുറിച്ചിട്ട് ഞാൻ മോശം, അങ്ങനെ ആകണം എന്ന് ആഗ്രഹമുള്ളവരെ കുറിച്ച് ഞാൻ മോശമല്ല പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്കൊരു ഹസ്ബൻഡ് വൈഫ് മാത്രമായിട്ട് വരുന്ന ഒരു വീട്ടിലേക്ക് താമസിക്കണം എന്ന് എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം വീട്ടിൽ അമ്മ അച്ഛൻ എല്ലാവരും ഉള്ളൊരു വീട്ടിൽ താമസിക്കാനായിരുന്നു എനിക്കും ആഗ്രഹം. അപ്പോൾ ഭാഗ്യത്തിന് എന്താണ് ഭാഗ്യമൊന്നല്ല, ഞാനത് എന്താ പറയാ, ഞാൻ എന്നിൽ തന്നെ കാണുന്ന ഒരു ഭാഗ്യമാണ്. കാരണം ഇത്രയും നല്ലൊരു ഫാമിലി എനിക്ക് കിട്ടിയത്. കാരണം ഒരു കാര്യത്തിൽ പോലും എന്നെ ഒരു കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പം പല കാര്യത്തിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അതിൽ വഴങ്ങി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു സംസാരം പോലും നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു വിഷൻ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം അമ്മയ്ക്കാണെങ്കിലും അറിയാം, ഇപ്പം വിഷറിനാണെങ്കിലും അറിയാം, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ LLB പഠിച്ചു, ഇനി എനിക്ക് ആ പ്രൊഫഷനിലൊന്നും ചെയ്യണം എന്നില്ല. പക്ഷെ ഞാൻ ഇനി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെയുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയോടും വിഷറിനോടും ഒക്കെ അച്ഛനോടും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എനിക്ക് ലോ പ്രൊഫഷൻ എനിക്ക് പെർസീവ് ചെയ്യണം എന്നില്ല. ഞാൻ പഠിച്ചു, അത് എന്നെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചു. പക്ഷെ എനിക്കൊരു ബൊട്ടീക്ക് ഓപ്പൺ ചെയ്യണം എന്ന് ആണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ ആ റിസ്ക് എടുക്കാൻ വില്ലിങ് ആയി. അങ്ങനെ പവില ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നവംബർ 2020 ഞാൻ പവില ആദ്യമായിട്ട് ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. വഞ്ചൂരിൽ ഒരു ചെറിയൊരു സ്പേസ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽക്ക് ഞാനൊരു റിസ്ക് എടുത്ത് തുടങ്ങിയൊരു ബുട്ടീക്കാണ്. അന്ന് മുതൽക്ക് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല മെമ്മറീസ്, നല്ല മൊമെന്റ്സ്, പിന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു സംഭവമായിരുന്നു ഇന്ന് വരെ ഞാൻ ഈ ലേബലിലോട്ട് മാറുന്നവരെ നിൽക്കുന്നത് കേട്ടോ. 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. എന്നിട്ട് പോലും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് പുതിയ ഡിസൈൻസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഒരുപാട് നല്ല നല്ല കോൺടാക്ട്സ് കിട്ടി. അങ്ങനെ ആൾക്കാർ അന്വേഷിച്ച് വരാൻ തുടങ്ങി നമ്മുടെ ഷോപ്പിലേക്ക്. ഈ പവില സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റാഫ് പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. രാവിലെ 9 മണിക്ക് പോവും, ഷോപ്പ് തുറക്കും, അവിടെ പോയിട്ട് അവിടെ തൂത്തിറക്കും, വിളക്ക് കത്തിക്കും, എല്ലാം A to Z ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ തുടക്കം സ്റ്റേജിൽ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാസ്റ്ററാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ ഞാൻ സ്റ്റാഫിനെ എടുത്തു തുടങ്ങി. അപ്പോൾ അന്ന് മുതൽക്ക് ഒരു സ്റ്റാഫ് മുതൽ ഇന്നൊരു 10 സ്റ്റാഫ് എനിക്ക് ഉണ്ടെങ്കിൽ ആ ജേർണി വാസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു എനിക്ക്. അപ്പോൾ അതെങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അത്രയും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് 2022 എൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഈ ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജ് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് നമ്മൾ കൺസീവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കൺസീവ് ആയതിനു ശേഷം എനിക്ക് മെൻ്റലി ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഓരോരുത്തരുടെ ഇത് വെച്ചിട്ടല്ലേ. കാരണം ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ 1 year ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം മോൾക്ക് 3 മാസം ആയ സമയത്ത് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്, ഞാൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ എടുത്തു. അതൊരു വലിയൊരു കാര്യമാണ്. അതിൽ എന്നെ ലക്ഷ്മി അമ്മയാണ് കേട്ടോ പഠിപ്പിച്ചത്. അപ്പോൾ ഡിസൈനിങ്ങിൽ ഞാൻ ഡിപ്ലോമ എടുത്തു. അപ്പോൾ എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇതെല്ലാം എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഡിസൈനിങ് ആണെങ്കിലും എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഫാബ്രിക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ സ്വന്തമായിട്ട് പോയി ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി തൊട്ട് നോക്കി അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരു പക്ഷെ എനിക്ക് അതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കിപ്പോൾ ഏതൊരു ഫാബ്രിക്കിന്റെ ഫോട്ടോ കണ്ടാൽ പോലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പ്യുവറാണോ
അത് പ്യുവർ അല്ലേ, അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു ഫോട്ടോ ഒരു ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയെങ്കിൽ അതെന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. ഒരു 10 വർഷമാണെങ്കിൽ ഒരു 10 വർഷത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഞാൻ ആദ്യമേ ഇത് പഠിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്ക് പക്ഷെ ഇത്രയും വാല്യൂ എനിക്ക് ഈ ഒരു ഫീൽഡിന്റെ അടുത്ത് തോന്നത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ന്യൂമറോളജിക്കലി കുറച്ച് പ്രശ്നം കാരണം ഞാൻ ഈ പവില എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് ലേബൽ അനുരാധ നായർനാക്കി. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മളുടെ പേരിലൂടെ തന്നെ അറിയപ്പെടണം എന്നാണ് ഒരു ഡിസൈനർ, ഒരു ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചത്. അന്ന് മുതൽ ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നെ ന്യൂമറോളജി നോക്കണം എന്നുള്ളൊരു കാര്യം അതൊരു വലിയൊരു ഒരുപാട് പേർക്ക് വിശ്വാസമുള്ളൊരു കാര്യമല്ലേ. അപ്പൊ അത് കാരണം ന്യൂമറോളജിക്കലി നോക്കിയപ്പോൾ ലേബൽ വാസ് ഫാർ ബെറ്റർ നമ്മുടെ പവിലിനെയും കാട്ടിലും. അപ്പൊ അങ്ങനെ ഞാൻ പവില എന്ന് പറഞ്ഞൊരു പേര് സ്വിച്ച് ചെയ്ത് ലേബലിലേക്ക് ആക്കാന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ലേബൽ അനുരാധ നായർ. കൂടുതൽ ലേബൽ എന്ന് തന്നെ പറയാമല്ലോ, ലേബൽ അനുരാധ നായർ കംപ്ലീറ്റ്ലി പറയണ്ടെങ്കിലും ലേബൽ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ അങ്ങനെ ലേബൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു വീണ്ടും റിസ്ക് എടുത്തിട്ട്, വീണ്ടും റിസ്ക് എന്ന് പറയുന്നത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്പേസിലേക്ക് വന്നു. മെയിൻ നമ്മുടെ ഈ സ്പോട്ടിൽ തന്നെ ഒരു സ്പേസിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ലേബൽ അനുരാധ നായർ പത്മനഗറിലാണ് ഉള്ളത്. അപ്പോൾ പത്മനഗറിൽ തന്നെ എനിക്കൊരു സ്പേസ് കിട്ടുകയും അപ്പോൾ ഇങ്ങോട്ട് മാറുകയും പുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ എൻ്റെ ആ ഒരു ജേർണി ദാറ്റ് ഈസ് ഫ്രം ഈ ഒരു 12th ക്ലാസ് കഴിഞ്ഞിട്ട് LLB നിന്നും ഡിസൈനിങ്ങിലോട്ട് വരുന്ന ഈ ഒരു ജേർണി ഒട്ടും തന്നെ എളുപ്പമായിരുന്നില്ല എനിക്ക്. കാരണം എസ്പെഷ്യലി നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ, ഇപ്പോഴും ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും അല്ല അത് സൈഡ് ബിസിനസ് അല്ലേ എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ അവർക്കറിയാം ഞാൻ LLB കഴിഞ്ഞാണെന്ന്. അപ്പോൾ പ്രാക്ടീസോ? അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഞാൻ ലോ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുവാണെന്ന് പറയും. അപ്പോൾ അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്തത്? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇപ്പോൾ ഞാൻ ഒരു ഹാപ്പിനെസ്സും ഇല്ലാതെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലോ ഫീൽഡിൽ നിൽക്കുന്നതാണോ നല്ലത്, അതോ എനിക്ക് നല്ലോണം റിസ്ക് എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്നതാണോ നല്ലത്? ഒബ്വിയസ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനായിരിക്കില്ല എനിക്ക് ആഗ്രഹം. അത് എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പൊ എനിക്കറിയാം ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സപ്രസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ നല്ലൊരു ഭാഗ്യം ഉള്ളൊരു കുട്ടിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ലൊരു ഫാമിലി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു തരത്തിലുള്ള ഒരു കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റിംഗ് ഒരു ഫാമിലിയാണ്. കാരണം എനിക്കിപ്പം ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഒരുപാട് പേര് എന്നോട് പറയും എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, സുഖമായിട്ട് ദുബായി പോയി ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും. ശരിയാണ്, എനിക്ക് സുഖമായിട്ട് ദുബായി പോയി ഇരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്കൊരു എൻ്റെതായിട്ടുള്ളൊരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ വീട്ടിലൊന്നും ആരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരില്ല, എക്സെപ്റ്റ് എൻ്റെ വലിയച്ഛനല്ലാതെ ആരും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ എനിക്കിത് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അത്രയും ആഗ്രഹത്തോടെയാണ് ഈ ഒരു ടോപ്പിക് സംസാരിക്കുന്നത്. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു നില വരെ എൻ്റെ ലേബലിനെ വളർത്തിക്കൊണ്ട് വന്നത്. പിന്നീട് ഈ ലോ പഠിച്ചത് എന്തിനാ, ഇത്രയും ഈ ഒരു ജോലി ചെയ്യാനാണെങ്കിൽ ലോ പഠിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, ഈ ലോ പഠിച്ചത് കൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ട് സംസാരിക്കാനാണെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാനാണെങ്കിലും ഒരു ബിസിനസ് സ്ട്രാറ്റജീനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിലും എല്ലാവിധ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ലോ പഠിച്ചതുകൊണ്ട്. ഒരുപാട് നോളജ് എനിക്ക് ഇതിനെ കുറിച്ചിട്ടും ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് നോളജ് കിട്ടുകയും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ലോ പഠിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനാ കഴിഞ്ഞൊരു കാര്യത്തിന് നമ്മൾ ഇത്രയും റിഗ്രറ്റ് ആയിട്ട് കാണേണ്ടത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഒരിടയ്ക്ക് എനിക്കുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. എൻ്റെ 6 വർഷം 7 വർഷം ഞാൻ വെറുതെ ലോ പഠിച്ച് കളഞ്ഞല്ലോ എന്ന് ഞാൻ ആലോചിച്ച ദിവസങ്ങളുണ്ട്. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ആലോചിച്ച ദിവസങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം വളരെ നല്ലതായി ഞാൻ പഠിച്ചത്. എനിക്ക് ഇനിഷ്യലി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഈ ഒരു ഫീൽഡിൽ, ഡിസൈനിങ് ഫീൽഡിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾസ് ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. സ്ട്രഗിൾ ഇസ് ദർ. പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ.
അപ്പോൾ അത് കാരണം ഈ ആൾക്കാരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരോട് സംസാരിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കാര്യമായിട്ടൊരു തീരുമാനം എടുക്കാനും ഒക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷെ പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിച്ചതായിരിക്കില്ല നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ BCom പഠിച്ച ഒരാളായിരിക്കാം. അപ്പം നിങ്ങൾ ആ ഫീൽഡിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്യണം എന്നില്ല. ലൈഫ് നമ്മൾ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ LLB പഠിക്കാം എന്ന് പറഞ്ഞിറങ്ങി. പക്ഷേ എൻ്റെ മനസ്സിലെന്നും എൻ്റെ ഡിസൈനിങ് ഉണ്ടായിരുന്നു. ഞാനത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് എൻ്റെ ബുട്ടീക്കിൽ എൻ്റെ സ്റ്റുഡിയോ റൂമിലാണ്. അപ്പോൾ ഇതിനപ്പുറം എനിക്ക് എന്ത് സക്സസ് ആണ് വേണ്ടത്? ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ദൈവം തന്നു എന്ന് തന്നെ ഞാൻ പറയാം. അത് എൻ്റെ ഒരു സ്ലോ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അത്രയും നല്ലൊരു ഫാമിലിയെ കിട്ടി, മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയെ കിട്ടി, മനസ്സിലാക്കിച്ചു. ഇഷ്ടമുള്ള പ്രൊഫഷനിലോട്ട് ഞാൻ വന്നു, എത്തി നിൽക്കുന്നു. ഇപ്പം ആൾക്കാർ പറയുന്നത് ഞാൻ അങ്ങനെ കേൾക്കാറില്ല. കാരണം ആൾക്കാർ വന്ന് ചോദിക്കും. പണ്ടൊക്കെ ഭയങ്കരമായിട്ട് വറിയിങ് ആയിരുന്നു കേട്ടോ എനിക്ക്. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയും അല്ല, എൻ്റെ സൈഡ് ബിസിനസ് അല്ല, എൻ്റെ ബിസിനസ് തന്നെയാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. മുഖത്തൂക്കി തന്നെ പറയും. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും ഒരു കരിയർ സ്വിച്ചിങ്ങിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരോട് ഞാൻ പറയാണ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞു, പക്ഷെ നമുക്ക് ഫോട്ടോഗ്രാഫിയാണ് പ്ലാനെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു വലിയ കാര്യം, ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഡ്രീംസ് കളയാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അത് നമുക്ക് പറ്റുന്ന പോലെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനും ഈ ലോ പഠിക്കാൻ സമയത്ത് ഞാൻ വളരെ ചെറിയ പൈസ കൊണ്ടാണ് ഞാൻ മെറ്റീരിയൽസ് മേടിക്കുന്നതും ഈ ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്നതുമെല്ലാം. ഇപ്പം ഞാൻ മേടിക്കുന്ന പോലത്തെ റേറ്റ് അല്ല ഞാൻ അന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. വെറും വളരെ വളരെ ചെറിയ എമൗണ്ട്, ഒരു 300 rupees 500 rupees ഒക്കെയാണ് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വർക്ക് കിട്ടിയാൽ മാത്രം മതി, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? നമ്മൾ പ്രൊഫഷനായിട്ട് അത് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിക്ക് നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇതിൽ വറി ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം കാരണം നമുക്കൊരു കാര്യം പഠിക്കേണ്ടി വരും. പക്ഷേ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാനാവട്ടെ. അപ്പോൾ ഈ ഒരു സിറ്റ് ഡൗൺ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും സിറ്റ് ഡൗൺ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.